സർക്കിൾ ആൻഡ് ആംഗിൾസിൻ്റെ ചാപ്റ്ററിൽ ഒരു പ്രോബ്ലം കൂടി നമുക്കിന്ന് നോക്കാം. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇൻ എ പിക്ചർ എ ബി ആൻഡ് ഡി സി ആർ പെർപെൻഡിക്കുലർ കോർഡ്സ് ഓഫ് എ സർക്കിൾ. പ്രൂവ് ദാറ്റ് the arc APC and BQD joined together make a semicircle. ഇതാണ് ചോദ്യം. അതായത് രണ്ട് കോഡ്, അതായത് ഒരു സർക്കിള്, സർക്കിൾ, ഈ സർക്കിളിൽ രണ്ട് കോഡ് ഇങ്ങനെ, ഇത് രണ്ടും പെർപെൻഡിക്കുലർ. This is perpendicular, that means this is 90 degree. Okay. ഈ കോഡിന് എ ബി എന്ന് നമുക്ക് പേര് കൊടുക്കാം. എ ബി, ഇത് എ ബി സി ഡി, സി ഡി എന്ന് നമ്മൾ പേര് കൊടുക്കും. അപ്പോൾ ഇത് 90 ഡിഗ്രി. ഈ ട്രയാങ്കിളിൽ അവർ പറയുന്നത് ഈ എ സി എന്ന് പറയുന്ന ഈ ആർക്കും ഈ ഡി ബി എന്ന് പറയുന്ന ഈ ആർക്ക്, ഇവിടെയാണ് പി ക്യു എന്ന് നമുക്ക് പേര് കൊടുക്കാം. ഡി ക്യു ബി, ഡി ക്യു ഡി ആൻഡ് എ പി സി, ഈ രണ്ട് ആർക്കും കൂടെ നമ്മൾ അതിനെ ആഡ് ചെയ്യുമ്പോൾ, കൂട്ടുമ്പോൾ നമുക്കൊരു സെമി സർക്കിൾ കിട്ടുമെന്ന് നമ്മൾ പ്രൂഫ് ചെയ്യണം. ഒരു സെമി സർക്കിൾ നമുക്ക് വരുമെന്ന് നമ്മൾ പ്രൂഫ് ചെയ്യണം. അതാണ് കണക്ക്. ഓക്കെ. ഇപ്പോൾ ഇത് പ്രൂവ് ചെയ്യാണ്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആദ്യം സെൻറ്റർ ഓഫ് ദ സർക്കിൾ എടുക്കും. സെൻറ്റർ, ഇത് സെൻറ്റർ ഓഫ് ദ സർക്കിൾ. അവിടുന്ന് നമ്മൾ ഇവിടുത്തെ ഇതിനെ ജോയിൻറ്റ് ചെയ്യുന്നു. ഓക്കെ. ഇവിടെ ജോയിൻറ്റ് ചെയ്യുന്നു, ഇതിനെ ജോയിൻറ്റ് ചെയ്യുന്നു, ഇവിടെ ഇതിനെ ജോയിൻറ്റ് ചെയ്യുന്നു. ഇത് ആർക്ക്, ഇത് 90 ഡിഗ്രി വരും. ഓക്കെ. ഇത് ഇവിടെ ജോയിൻ്റ് ആവും, ഇതും ജോയിൻ്റ് ആണ്. ഇത് സെൻറ്റർ ഓഫ് ദ സർക്കിൾ ഒ, സെൻറ്റർ ഓഫ് ദ സർക്കിൾ ഒ എന്ന് വരും. ഇപ്പോൾ എ സി, എ പി സി, അതായത് ഈ ആംഗിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ സെൻറ്റർ, ഇത് സെൻറ്റർ ഓഫ് ദ സർക്കിൾ. അപ്പോൾ ഈ രണ്ട് പോയിന്റും ഇപ്പോൾ ഈ ആർക്കിലല്ലാതെ സർക്കിളിൻ്റെ വേറെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ ജോയിൻറ്റ് ചെയ്യുന്നു. ഈ ആംഗിൾ എന്ന് പറയുന്നത് ഈ സെൻട്രൽ ആംഗിളിൻ്റെ ഇത് ഡബിൾ ആയിരിക്കും. ഓക്കെ. അതായത് ദിസ് ഈസ് സെൻറ്റർ ഓഫ് ദ സർക്കിൾ. ഈ രണ്ട് വെർട്ടിസസ്, രണ്ട് പുള്ളികൾ വട്ടത്തിലുള്ളത്, ഇത് കൂടാതെ ഈ സർക്കിളിൻ്റെ മേൽ ഏതൊരു പുള്ളിയിലും നമ്മൾ ഈ ആംഗിൾ രണ്ടിന്നും വരച്ച് ജോയിൻറ്റ് ചെയ്താൽ ആ ആംഗിള് ഈ സെൻട്രൽ ആംഗിളിൻ്റെ പാതിയായിരിക്കും. അതാണ് നമ്മൾ തിയറം പഠിച്ചത്. ഇപ്പോൾ നമുക്ക് എങ്ങനെ വരും? അപ്പോൾ എ ഒ സി, ആംഗിൾ എ ഒ സി ദാറ്റ് ഈസ് ഈക്വൽ ടു, എ ഒ സി എന്ന് പറയുന്നത് 2 ഇൻറ്റു ഈ ആംഗിൾ എ ബി സി, 2 ഇൻറ്റു ആംഗിൾ എ ബി സി എന്ന് വരും. അടുത്തത് നമ്മൾ ഈ ആർക്ക് എടുക്കുക. ഇതാണ് നമ്മൾ രണ്ടും പ്രൂവ് ചെയ്യേണ്ട ആർക്ക്, ഇതും അതും. ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ ഇതാണ്. അപ്പോൾ ഡി ബി, ഡി ഒ ബി, ആംഗിൾ ഡി ഒ ബി ദറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഡി ഒ ബി. ഈ രണ്ട് പോയിന്റും സർക്കിളിൽ വേറൊരു പോയിന്റിലും ടച്ച് ചെയ്യുന്നു, അത് ഇതാണ്. അപ്പോൾ ഇതിനെ രണ്ടും നമ്മൾ ജോയിൻറ്റ് ചെയ്യുന്നു. ഈ ആംഗിളിനേക്കാളും ഇത് ഇതിൻ്റെ പാതിയായിരിക്കും. അപ്പോൾ 2 ഇൻറ്റു ഡി സി ബി, ആംഗിൾ ഡി സി ബി. ഓക്കെ.
ഇത്രയും നമ്മൾ സർക്കിളിൻ്റെ തിയറത്തിൽ പഠിച്ചതാണ്. അടുത്ത് നമ്മൾ എടുക്കുന്നത് ഈ ട്രയാങ്കിൾ എടുക്കുക. ഇത് പെർപെൻഡിക്കുലർ, അതായത് ഈ ട്രയാങ്കിളിന് എം എന്ന് പേര് കൊടുക്കുന്നു. ഈ ജോയിന്റ് ഇവിടെ പെർപെൻഡിക്കുലർ ആണ്. ഇത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഈ സൈഡും 90 ഡിഗ്രി ആയിരിക്കും. ഇത് വെർട്ടിക്കൽ ലൈനാണ്. അപ്പോൾ ട്രയാങ്കിൾ CMBയിൽ ഒരു ആംഗിൾ എത്ര? 90 ഡിഗ്രി. ഇത് 90 ഡിഗ്രി. അപ്പോൾ മറ്റേ രണ്ട് ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കണം. അതായത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ, ഇത് 90 ഡിഗ്രി ആകുമ്പോൾ മറ്റേ രണ്ട് ആംഗിളും കൂടെ കൂട്ടുമ്പോൾ എത്ര വരണം? മൊത്തം ഒരു ട്രയാങ്കിളിന് 180 ഡിഗ്രി. 180 മൈനസ് 90 = 90 ഡിഗ്രി വരണം. അപ്പോൾ ഈ രണ്ട് ആംഗിളും കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരണം?